ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മൂവി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റിലീസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മൂവി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ല, ജാനകി വേഴ്സസ് സെൻസർ ബോർഡായിരുന്നു. അങ്ങനെ ഭയങ്കര വിവാദമായിരുന്നു ജാനകി എന്നൊരു നെയിമിൻ്റെ പേരിൽ. ആ നെയിം മാറ്റണം, ആ നെയിം സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ പേരിൽ പല ചർച്ച, പല പാർട്ടികളായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ച. ലാസ്റ്റ് അവർ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയായിരുന്നു പടം റിലീസ് ചെയ്തത്. പടത്തിൽ തന്നെ ചില സീൻസിൽ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു, ചില സീൻസിൽ ഈ പേര് തിരുത്തി പറയേണ്ടി വന്നു. അങ്ങനെ ഫൈനലി ഈ പടം എത്തി. ശരിക്കും ആ ഒരു വിവാദം നല്ലൊരു മാർക്കറ്റിംഗ് ആണ് പടത്തിന് കൊടുത്തത്. എങ്കിൽ പോലും നമ്മൾ വിചാരിച്ചൊരു ഓളം ഫസ്റ്റ് ഷോക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ പടത്തിന് കയറി. ശരിക്കും പറഞ്ഞൊരു കോർട്ട് റൂം ഡ്രാമയാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. ഒരു കിഡ്ലൻ സബ്ജക്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അത് സസ്പെൻസ് ആയതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യാനുള്ള ഒരു ഇര, ഒരു വിക്ടിം അർഹിക്കുന്നൊരു നീതി അത് കോടതിയിൽ നിന്ന് മേടിക്കുന്നത്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. ആ ടൈറ്റിൽ റോള് ജാനകിയായിട്ട് അഭിനയിച്ചേക്കുന്ന അനുപമ പരമേശ്വരനാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്കുള്ളൊരു തിരിച്ചു വരവ്. പുള്ളിക്കാരി നല്ല കിഡിലൻ പെർഫോമൻസ് ആണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഷെയ്ഡ്, പല സ്റ്റേജസ്, അതൊക്കെ പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അത് ആ ഒരു കഥാപാത്രത്തെ പുള്ളിക്കാരി നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട്. പല സിറ്റുവേഷൻസ്, കുറച്ച് ഇമോഷണലി കുറേ സന്ദർഭങ്ങളോട് കടന്നു പോകുന്ന ക്യാരക്ടറാണ് അനുപമ പരമേശ്വരൻ്റെ. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ലീഡ് നമ്മുടെ സുരേഷ് ഗോപി, ആ ഒരു എന്താ പറയുക, ആ ഒരു ഗാംഭീര്യവും ആ പക്ക ഡയലോഗ് മനുഷ്യനെ കുറേ നാളൊക്കെ ആയിട്ട് മിസ് ചെയ്തിരിക്കണമായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് പുള്ളി ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, ആ ഒരു ഭാവങ്ങൾ, ഒരിക്കലും ഒരു ക്ഷീണിച്ച സിംഹം അങ്ങനെയൊക്കെ ഒരു ചില കനലോ അങ്ങനത്തെ ഏതൊക്കെ പടങ്ങളിലെ പുള്ളിക്കായിട്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റി നല്ലൊരു പവർ കംബാക്ക് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഈ പടത്തിലൂടെ കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട് പല സീൻസിലും. ഇപ്പോൾ പുള്ളിയുടെ കോർട്ട് റൂമിലെ സീൻസ് ആയിക്കോട്ടെ, പുറത്തുള്ള സീൻസ് ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുള്ള കുറേ കാര്യങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകരെ, കുറേ നീതി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളി പടത്തിലൂടെ നല്ല കൊട്ടുകൊട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പടത്തിൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട റോൾ എനിക്ക് തോന്നിയത് നമ്മുടെ അസ്കർ അലിയാണ്, നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ. പല സീനിലും പുള്ളിയെ കാണുമ്പോൾ നമുക്ക് ആസിഫ് അലിനായിട്ട് എനിക്ക് ഓർമ്മ വന്നത്. കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കും. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അധികം റോളുകൾ കിട്ടുന്നില്ല, പക്ഷേ എനിക്ക് കിട്ടട്ടെ എന്ന് ആവശ്യം. എനിക്ക് ആകെ പുള്ളിയുടെ ഒരു സൗണ്ട് മോഡുലേഷൻ ഒന്ന് പുള്ളി കുറച്ചും കൂടി കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു. പിന്നെ ചെയ്തേക്കുന്നത് നമ്മുടെ ദിവ്യ പിള്ളയുണ്ട്, ശ്രുതി രാമചന്ദ്രനുണ്ട്. ശ്രുതി രാമചന്ദ്രൻ്റെയൊക്കെ റോൾ പറയുമ്പോഴേക്കും ഒരിക്കലും തുടക്കത്തോടെ അവസാനം വരെ എനിക്ക് കൈയടി കിട്ടണം എന്നുള്ള രീതിയിലുള്ള എല്ലാ സുരേഷ് ഗോപി ചെയ്തേക്കുന്നത്. കറക്റ്റായ സ്പേസ് ശ്രുതി രാമചന്ദ്രന് കൊടുത്ത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭി തിലകനുണ്ട്, ബൈജു സന്തോഷുണ്ട്, ജയൻ ചേർത്തല, പിന്നെ ജോയ് മാത്യു, അങ്ങനെ കോട്ടയം രമേശ്, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുള്ളൂ. അവരൊക്കെ നമ്മുടെ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ഞാൻ കണ്ട തിയേറ്ററിലും കുറേ കൂലുകളുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒട്ടും പറ്റാത്ത റോളായിട്ട് തോന്നി. കാരണം എന്താ ഇപ്പോൾ പറയുക, കുറേ ഡയലോഗൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയണ പോലെ ഒരു ഫീലാണ് പുള്ളിയുടെ സീനുകളിൽ കിട്ടിയത്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ പുള്ളിക്കാരനത് എത്രത്തോളം വഴങ്ങിയെന്ന് എനിക്ക് സംശയമാണ്. മേ ബി എല്ലാ സ്റ്റാർട്ടിങ്ങിലും ഇങ്ങനെ ആയിരിക്കാം, പിന്നെ പിന്നീട് അവർ കുറേ ആക്ടിങ് കോഴ്സസ് അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ നന്നായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് തുറന്നു പറയണമെന്നൊന്നും തോന്നരുത്, ഭയങ്കര നെഗറ്റീവായിരുന്നു മാധവ് സുരേഷിൻ്റെ റോള്. പല സീൻസിലും ഒരു എക്സ്പ്രഷനോ ഒരു വികാരവും ഇല്ലാതെ വെറുതെ കാണാപ്പാടം പഠിച്ച ഡയലോഗ് പറയണ പോലെയാണ് പടത്തിൽ മൊത്തം പുള്ളിയുടെ റോള് തോന്നുന്നത്. ആ ക്യാരക്ടറിന് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് വേറെ രീതിയിലൊക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. വാട്ട് എവർ, അത് പടത്തിനെ ബാധിക്കുന്നില്ല. പടം അതിൻ്റെ സബ്ജക്റ്റ് കൊണ്ടും ഈ പറയുന്ന സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ്റെയൊക്കെ പെർഫോമൻസ് കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമറ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ രണ ഡി കേട്ടിട്ടുണ്ടല്ലോ, രണഡീവ്, 5 സുന്ദരികൾ, CIA, വിജയ് സുബ്രഹ്മണ്യം, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതാണ്. അത് കാണാനുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ മെട്രോ സിറ്റികളായിട്ട് കൊച്ചി, നമ്മുടെ ബാംഗ്ലൂര്, പിന്നെ ട്രിവാൻഡ്രമൊക്കെയാണ് ആ ലൊക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ എനിക്ക് അങ്ങോട്ട് അത്രക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല, പക്ഷേ ഇതിൻ്റെ BGM കിടുമായിരുന്നു. ആ സിറ്റുവേഷൻസിനനുസരിച്ച് BGM ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ളൊരു മൂവി ഉണ്ട്. മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും ഞാൻ പറയണല്ലോ. ഇപ്പോൾ നമ്മുടെ നേരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ആ ഒരു
ലെവലിലുള്ള സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ മീൻസ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. അമ്മാതിരി ലേയേഴ്സ് ഒന്നുമില്ല. ഒരു നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് പടം പോകുന്നത്. പക്ഷേ ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ളതുണ്ട്. ഒരിക്കലും ഒരു മോശം സിനിമ അല്ല. ഒരു സുരേഷ് ഗോപി ഫാൻസിനൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് പോയി കാണണം കേട്ടോ. നിങ്ങളൊക്കെ കുറേ നാളായിട്ട് സുരേഷ് ഗോപി ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ മിസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി പടം കാണാം. ഒരിക്കലും നിരാശപ്പെടില്ല. ഇപ്പോൾ തിയേറ്ററിൽ അത്രയ്ക്ക് നല്ല മൂവീസുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓണർ റിലീസൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ടൈമിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ പടം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഇത് റിട്ടേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ JSKനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.